പ്രിയ വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, എല്ലാവർക്കും എൻട്രിയിലേക്ക് സ്വാഗതം. ഞാൻ രാജേഷ് സാർ. ലോക ചരിത്രത്തില് ഐക്യരാഷ്ട്രസഭ നമ്മൾ പഠിച്ചു. ഐക്യരാഷ്ട്രസഭയുടെ ഘടകങ്ങൾ പഠിച്ചു. പ്രത്യേക ഏജൻസികൾ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു 5 പ്രത്യേക ഏജൻസികൾ നമ്മൾ പഠിച്ചുറപ്പിച്ചിരുന്നു. മറ്റ് പ്രത്യേക ഏജൻസികളാണ് ഇന്നേ ദിവസം പഠിക്കുക. ഇന്നേ ദിവസം നമ്മൾ ലക്ഷ്യം വെക്കുന്നത് ഒരു 7 സ്പെഷ്യൽ ഏജൻസി എങ്കിലും പഠിക്കണമെന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ആ ഒരു സ്പെഷ്യൽ ഏജൻസികൾ പഠിക്കും. അടുത്ത ദിവസം 3 സ്പെഷ്യൽ ഏജൻസി കൂടെ ആകുമ്പോൾ നമ്മൾ 15 പ്രത്യേക ഏജൻസികളും പഠിച്ചുറപ്പിക്കും. ഓക്കെ അല്ലേ? ആരംഭിച്ചാലോ നമുക്ക്? ഏറ്റവും ആദ്യം പഠിക്കാൻ പോകുന്നത് നമുക്കേറെ പരിചിതമായ യുണിസെഫിനെ കുറിച്ചാണ്. യുണിസെഫ് നമ്മൾക്ക് ഏറെ പരിചിതമാണ് അല്ലെ? യുണൈറ്റഡ് നേഷൻസ് ഇന്റർനാഷണൽ ചിൽഡ്രൻസ് എമർജൻസി ഫണ്ട്. ആ വാക്കിൽ തന്നെ ഉണ്ട്. ഐക്യരാഷ്ട്രസഭയുടെ പ്രത്യേക ഏജൻസിയായ യുണിസെഫ് ലക്ഷ്യം വയ്ക്കുന്നത് ജനങ്ങളിൽ നിന്നോ രാഷ്ട്രങ്ങളിൽ നിന്നോ സംഭാവന സ്വീകരിക്കുകയും ജനങ്ങളിൽ നിന്നോ രാഷ്ട്രങ്ങളിൽ നിന്നോ സംഭാവന സ്വീകരിക്കുകയും ആ തുക ഉപയോഗിച്ചുകൊണ്ട് മൂന്നാം ലോക രാജ്യങ്ങൾ, അതായത് ദരിദ്ര രാജ്യങ്ങൾ അഥവാ അവികസിത രാജ്യങ്ങളിലും വികസ്വര രാജ്യങ്ങളിലും കുട്ടികളുടെ വിദ്യാഭ്യാസ അവകാശം സംരക്ഷിച്ചുകൊണ്ട് കുട്ടികളുടെ അവകാശ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുക എന്നതാണ്. അപ്പോൾ പ്രവർത്തിക്കുന്നത് യുണിസെഫ് ചെയ്തോളും. അതിനാവശ്യമായ ഫണ്ട് അവർ കളക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾ പൊതുസ്ഥലങ്ങളിലേക്ക് പോകുമ്പോൾ യുണിസെഫിന്റെ ഏജൻസ്, യുണിസെഫിന്റെ വോളണ്ടിയേഴ്സ് ചിലപ്പോൾ നിങ്ങളെ സമീപിച്ചിട്ടുണ്ടാവാം. മാന്യമായി വന്ന് നിങ്ങളോട് പറയും, അവരെ ആദ്യം പരിചയപ്പെടുത്തും. യുണിസെഫിന്റെ എന്താണ് വോളണ്ടിയർ ആണ്, ഒരു കാര്യം സംസാരിച്ചോട്ടെ, നിങ്ങൾ യുണിസെഫിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ലോകമാസകലം കുട്ടികൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഐക്യരാഷ്ട്രസഭ ഒരു സംഘടനയാണ്. നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ എന്തെങ്കിലും തുക ഒറ്റത്തവണയായിട്ടോ അല്ലെങ്കിൽ തവണകളായിട്ടോ വാർഷികമായിട്ടോ നൽകുവാനായിട്ട് കഴിയുമെന്നൊക്കെ ചോദിക്കും. നിങ്ങൾ പ്രധാനമായിട്ടും കൂടുതൽ ജനങ്ങൾ എത്തിച്ചേരുന്ന പബ്ലിക് പ്ലേസസിൽ ചിലപ്പോൾ ഇത്തരം ഏജൻസിനെ കണ്ടിട്ടുണ്ടാവും. ഓക്കെ, അത് ഒഫീഷ്യലി അവർ കളക്ട് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ ഫണ്ട് കളക്ട് ചെയ്യുക, ആ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് പ്രവർത്തിക്കുക എന്നാണ് ലക്ഷ്യം. അപ്പോൾ യുണിസെഫ് എസ്റ്റാബ്ലിഷ്ഡ് ഓൺ 11th December 1946, headquarters at New York. Established on 11th December 1946, headquarters New York. Become a permanent UN agency in 1953. 1946 ഡിസംബർ 11 രൂപീകരിച്ചെങ്കിലും ഐക്യരാഷ്ട്രസഭയുടെ പ്രത്യേക ഏജൻസിയായിട്ട് മാറിയത് 1953. എന്താണ് ലക്ഷ്യം? കുട്ടികളുടെ അവകാശങ്ങൾ, കുട്ടികളുടെ ക്ഷേമ പ്രവർത്തനങ്ങൾ മെച്ചപ്പെടുത്തുക അല്ലെ? ഗ്ലോബൽ ചൈൽഡ് വെൽഫെയർ ആക്ടിവിറ്റീസ്. ആഗോളതലത്തിൽ ലോകമാസകലം ശിശുക്ഷേമ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുക എന്നതാണ് ലക്ഷ്യം. അതിനുവേണ്ടി ഫണ്ട് കളക്ട് ചെയ്യുന്നു എന്ന് മാത്രം. ഒന്നുകൂടെ നമുക്ക് റിവിഷൻ ചെയ്യാം. യുണൈറ്റഡ് നേഷൻസ് ഇന്റർനാഷണൽ ചിൽഡ്രൻസ് എമർജൻസി ഫണ്ട്, യുണിസെഫ്, established on 11th December 1946, headquarters New York, become a permanent UN agency in 1953. Objective: global child welfare activities. Global child welfare activities. Set അല്ലേ? ഇനി ബുക്ക് പബ്ലിഷ്ഡ് ബൈ യുണിസെഫ് ഫോർ ചിൽഡ്രൻ, ഫാക്ട്സ് ഫോർ ലൈഫ്. കുട്ടികളുടെ അവകാശ സംരക്ഷണത്തിനുമായി ബന്ധപ്പെട്ട് ഉള്ളടക്കമുള്ള ഫാക്ട്സ് ഫോർ ലൈഫ് എന്ന പുസ്തകം കുട്ടികൾക്ക് വേണ്ടി പ്രസിദ്ധീകരിച്ചത് ആരാണ്? യുണിസെഫ് ആണ്. കുട്ടികൾ അവരുടെ അവകാശങ്ങൾ കുട്ടികൾ തന്നെ ആദ്യം തിരിച്ചറിയണമെന്ന ലക്ഷ്യത്തോടു കൂടി. അപ്പോൾ കുട്ടികൾക്ക് വേണ്ടി യുണിസെഫ് പ്രസിദ്ധീകരിച്ച പുസ്തകമാണ് ഫാക്ട്സ് ഫോർ ലൈഫ് എന്ന പേരിൽ അറിയപ്പെടുക. യുണിസെഫിന്റെ പ്രവർത്തന മഹാത്മ്യം പരിഗണിച്ചുകൊണ്ട് യുണിസെഫിന് നോബൽ പുരസ്കാരം ലഭിച്ചു 1965. Awarded the Nobel Prize in 1965. The first UN agency to conduct transaction using cryptocurrency. ക്രിപ്റ്റോ കറൻസി അമേരിക്കയിലൊക്കെ പ്രധാനമായ ഒരു വിനിമയ മാർഗമാണ്, നിങ്ങൾക്കറിയാം. കറൻസിക്ക് പകരമായി ഉപയോഗിക്കുന്ന ക്രിപ്റ്റോ കറൻസി ഇന്ത്യയിൽ അങ്ങനെ പ്രാബല്യത്തിൽ വന്നിട്ടില്ല. RBIയുടെ അനുമതിയൊക്കെ വേണം. അതിന്റെ പ്രാരംഭഘട്ടത്തിൽ നിന്നൊക്കെ RBI പറയുന്നുണ്ട് എങ്കിലും. അപ്പോൾ സ്വാഭാവികമായിട്ട് ഫണ്ട് സ്വീകരിക്കുകയാണല്ലോ യുണിസെഫ് ചെയ്യുക. അതുകൊണ്ട് തന്നെ ക്രിപ്റ്റോ കറൻസി ഉപയോഗിച്ചുകൊണ്ട് പണമിടപാട് നടത്തിയ, ട്രാൻസാക്ഷൻ നടത്തിയ ഐക്യരാഷ്ട്രസഭയുടെ ആദ്യ പ്രത്യേക ഏജൻസിയാണ് യുണിസെഫ് എന്ന് പറയുക. ഓക്കെ അല്ലേ? മറക്കില്ലല്ലോ. ദ ഫസ്റ്റ് UN ഏജൻസി ടു കണ്ടക്ട് ട്രാൻസാക്ഷൻ യൂസിങ് ക്രിപ്റ്റോ കറൻസി, യുണിസെഫ്. കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ നമുക്ക് യുണിസെഫിനെ കുറിച്ച് പഠിക്കുവാനായിട്ട്. ഓക്കെ, എന്തൊക്കെ നമ്മൾ പറഞ്ഞു? യുണൈറ്റഡ് നേഷൻസ് ഇന്റർനാഷണൽ ചിൽഡ്രൻസ് എമർജൻസി ഫണ്ട്, യുണിസെഫ്, established on 11th December 1946, headquarters at New York. Became a permanent UN agency or a specialist agency
in 1953. Main objective, global child welfare activities. Global child welfare activities. Then, book published by UNICEF for children, Facts for Life. Awarded the Nobel Prize in 1965. The first UN agency to conduct transactions using cryptocurrency. അടുത്ത് പറയുന്നു ഐക്യരാഷ്ട്രസഭയുടെ മറ്റൊരു പ്രത്യേക ഏജൻസിയായ ലോകാരോഗ്യ സംഘടനയെക്കുറിച്ച്. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ WHO എസ്റ്റാബ്ലിഷ്ഡ് 7th April 1940. 1948 ഏപ്രിൽ മാസം 7-ാം തീയതിയാണ് ഐക്യരാഷ്ട്രസഭയുടെ പ്രത്യേക ഏജൻസിയായ ലോകാരോഗ്യ സംഘടന ആരംഭിക്കുക. അതിന്റെ ഓർമ്മയ്ക്കായിട്ട് എല്ലാ വർഷവും ഏപ്രിൽ മാസം 7-ാം തീയതി ലോകാരോഗ്യ ദിനമായിട്ടാണ് കണക്കാക്കുക. എല്ലാ വർഷവും ഏപ്രിൽ 7-ാം തീയതി ലോകാരോഗ്യ ദിനമായി കണക്കാക്കുന്നു. വേൾഡ് ഹെൽത്ത് ഡേ ഏപ്രിൽ 7. ഹെഡ്ക്വാർട്ടേഴ്സ് ജനീവ. മെയിൻ ഒബ്ജക്റ്റീവ്, ലോകാരോഗ്യ സംഘടനയുടെ ലക്ഷ്യം എന്തായിരിക്കാം? രോഗങ്ങൾ വരാതെ തടയണം. ഇനി രോഗങ്ങൾ വന്നാലോ അതിന് പെട്ടെന്ന് മരുന്ന് കണ്ടുപിടിക്കണം. ഇനി എന്തെങ്കിലും മുൻകരുതൽ പാലിക്കാനുണ്ടെങ്കിൽ അത് അറിയിക്കുകയും വേണം. ശരിയല്ലേ? ഇതാണ് പ്രധാനമായി ഉദ്ദേശിക്കുക. അപ്പൊ രോഗങ്ങൾ വരാതെ തടയണം, സുരക്ഷ ഉറപ്പാക്കണം. ഇനി വന്നു കഴിഞ്ഞാലോ വളരെ പെട്ടെന്ന് ഗവേഷണം നടത്തി അതിന് വേണ്ടിയിട്ടുള്ള മരുന്ന് കണ്ടെത്തുകയും വേണം. അപ്പൊ മെയിൻ ഒബ്ജക്റ്റീവ്, എൻഷുവർ ഹെൽത്ത് സെക്യൂരിറ്റി ഫോർ പീപ്പിൾ വേൾഡ് വൈഡ്. ലോകമാസകലമുള്ള ജനങ്ങളുടെ ആരോഗ്യ സുരക്ഷ ഉറപ്പാക്കുക. carry out disease prevention effort. എന്തെങ്കിലും രോഗം വന്നു കഴിഞ്ഞാൽ അത് ഓവർകം ചെയ്യുന്നതിന് വേണ്ട പ്രയത്നങ്ങൾ നടത്തുക. ആൻഡ് പ്രൊമോട്ട് മെഡിക്കൽ റിസർച്ച്. കാലഘട്ടമനുസരിച്ച് പുതിയ ആരോഗ്യ സംരക്ഷണത്തിന് ആവശ്യമായ മെഡിക്കൽ ഗവേഷണം പ്രോത്സാഹിപ്പിക്കുകയാണ്. 3 കാര്യങ്ങൾ. അപ്പോൾ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ WHO objectives: ensure health security for people worldwide, carry out the disease prevention effort, and promote medical research. Okay, അല്ലേ? ടോട്ടൽ മെമ്പേഴ്സ് 194. ഡിസിഷൻ മേക്കിംഗ് ബോഡി അല്ലെങ്കിൽ എക്സിക്യൂട്ടീവ് ബോഡി, ഭരണസമിതി അറിയപ്പെടുന്നത് വേൾഡ് ഹെൽത്ത് അസംബ്ലി എന്നാണ്. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ എക്സിക്യൂട്ടീവ് ബോഡി അല്ലെങ്കിൽ ഭരണസമിതി അറിയപ്പെടുന്നത് വേൾഡ് ഹെൽത്ത് അസംബ്ലി എന്നാണ്. ആ വേൾഡ് ഹെൽത്ത് അസംബ്ലിയിൽ അല്ലെങ്കിൽ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷനിൽ പ്രസിഡന്റായ ഇന്ത്യൻ വനിതയാണ്, ഒരേ ഒരു ഇന്ത്യൻ വനിതയാണ് രാജ്കുമാരി അമൃത് കൗർ എന്ന് പറയാം. നമ്മൾ ഐക്യരാഷ്ട്രസഭ എന്ന സംഘടനയുടെ ബേസിക് ഡീറ്റെയിൽ പറഞ്ഞപ്പോൾ ഇതോടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എങ്കിലും ഇവിടെ പ്രത്യേക ഏജൻസിയായ ലോകാരോഗ്യ സംഘടന പഠിക്കുമ്പോൾ അത് നമുക്ക് പറയാതെ പോകാൻ പറ്റില്ലല്ലോ. അപ്പൊ ലോകാരോഗ്യ സംഘടനയിൽ പ്രസിഡന്റായ അഥവാ ലോകാരോഗ്യ അസംബ്ലിയിൽ പ്രസിഡന്റായ ഒരേ ഒരു ഇന്ത്യൻ വനിത ആരാണ്? രാജ്കുമാരി അമൃത് കൗർ ആണ്. സ്വതന്ത്ര ഇന്ത്യയിലെ ആരോഗ്യ വകുപ്പ് മന്ത്രിയായിരുന്നു അവര്. പിന്നീടാണ് വേൾഡ് ഹെൽത്ത് അസംബ്ലിയുടെ അല്ലെങ്കിൽ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ അധ്യക്ഷയായി പ്രസിഡന്റായി നിയമിക്കപ്പെടുക. കഴിഞ്ഞു. ഒന്നുകൂടെ നമുക്ക് റിവിഷൻ ചെയ്താലോ? 7ാമത് പ്രത്യേക ഏജൻസി വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ WHO established on 7th April 1940. World Health Day celebrated on 7th April. Headquarters Geneva. Objective: ensure health security for people worldwide. Carry out a disease prevention effort and promote medical research. Members 194. Decision making body World Health Assembly. Only Indian women who served as president, Rajkumari. അടുത്ത നമ്മൾ പറയുന്നു ഇന്റർനാഷണൽ മാരിടൈം ഓർഗനൈസേഷൻ. മാരിടൈം ഓർഗനൈസേഷൻ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും സമുദ്രവും തീരവുമായി ബന്ധപ്പെട്ട രാജ്യങ്ങളുടെ ഒരു കൂട്ടായ്മയാണ്. സമുദ്ര നിയമങ്ങൾ പാലിക്കുന്നതിനും സമുദ്രവുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന ജീവജാലങ്ങളെ സംരക്ഷിക്കുന്നതിനും പരിസ്ഥിതി സംരക്ഷിക്കുന്നതിനുമുള്ള പ്രധാന പ്രവർത്തനങ്ങളാണ് ഐക്യരാഷ്ട്രസഭയുടെ പ്രത്യേക ഏജൻസി പ്രവർത്തിക്കുക. തീരദേശത്തെ ജനങ്ങളുടെ അവകാശ സംരക്ഷണത്തിന് വേണ്ടി, തീരദേശത്തെ ജനങ്ങളുടെ ജീവിത സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി, തീരദേശവുമായി ബന്ധപ്പെട്ട് കാണപ്പെടുന്ന കടൽ ജീവജാലങ്ങളുടെ സുരക്ഷ, ഇതൊക്കെ ഈ സംഘടനയുടെ ലക്ഷ്യങ്ങളാണ്. അപ്പോൾ ഇന്റർനാഷണൽ മാരിടൈം ഓർഗനൈസേഷൻ സ്റ്റാർട്ടഡ് ഓപ്പറേഷൻ ഓൺ 17th March 1940. ഫസ്റ്റ് കോൺഫറൻസ് held in 1959. Headquarters London. Total members 176. ഞാൻ പറഞ്ഞു സമുദ്ര അതിർത്തിയുള്ള രാജ്യങ്ങൾ മാത്രം ഇതിൽ പങ്കാളിയായേ മതിയാവും. ശരിയല്ലേ? പൂർണ്ണമായും കരയ്ക്കുള്ളിൽ സ്ഥിതി ചെയ്യുന്ന രാജ്യങ്ങൾ IMO-ല് അംഗമാവേണ്ട ആവശ്യമില്ല. ഇന്റർനാഷണൽ മാരിടൈം ഓർഗനൈസേഷൻ അംഗമാകേണ്ട ആവശ്യമില്ല. ശരിയാണേ? അപ്പൊ ഇന്റർനാഷണൽ മാരിടൈം ഓർഗനൈസേഷൻ IMO started operation on 17th March 1940. The first conference held in 1959. Headquarters London. Members 178. ഇനി നമ്മൾ പറഞ്ഞ പോലെ എന്താണ് ലക്ഷ്യമെന്ന് നോക്കാം. ഒബ്ജക്റ്റീവ്: എൻഷുർ മാരിടൈം സേഫ്റ്റി.
സമുദ്രയാത്ര സുരക്ഷ ഉറപ്പുവരുത്തുക. കൺട്രോൾ മറൈൻ പോപ്പുലേഷൻ, സമുദ്രത്തിലെ ജീവജാലങ്ങളുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് സമുദ്ര മലിനീകരണം നിയന്ത്രിക്കുക. ആൻഡ് ഇംപ്രൂവ് മാരിടൈം റിലേഷൻ എമംഗ് ദ മെമ്പർ സ്റ്റേറ്റ്, അംഗരാജ്യങ്ങൾ തമ്മിലുള്ള നാവിക ബന്ധം മെച്ചപ്പെടുത്തുക. സമുദ്ര അതിർത്തിയുടെ പേരിൽ വഴക്കുണ്ടാവുക, അതൊക്കെ ഒഴിവാക്കുക. കാരണം സമുദ്ര നിയമങ്ങളുണ്ട്, അത് പാലിക്കുവാൻ എല്ലാ രാജ്യങ്ങളെയും പ്രേരിപ്പിച്ചുകൊണ്ട് അംഗരാജ്യങ്ങൾ തമ്മിലുള്ള നാവിക ബന്ധങ്ങൾ മെച്ചപ്പെടുത്തുക എന്ന ഇവയും എന്തിന്റെ ലക്ഷ്യമാണ്? ഇന്റർനാഷണൽ മാരിടൈം ഓർഗനൈസേഷൻ IMOയുടെ ലക്ഷ്യമാണ്. യഥാർത്ഥത്തില് ഈ ഇന്റർനാഷണൽ മാരിടൈം ഓർഗനൈസേഷൻ ആദ്യകാലത്ത് അറിയപ്പെട്ടത് ഗവൺമെന്റൽ മാരിടൈം കൺസൾട്ടേറ്റീവ് ഓർഗനൈസേഷൻ എന്നായിരുന്നു. ഇന്റർ ഗവൺമെന്റ് മാരിടൈം കൺസൾട്ടേറ്റീവ് ഓർഗനൈസേഷൻ എന്നായിരുന്നു. അത് 1982 റീനെയിം ചെയ്തുകൊണ്ടാണ് എന്താക്കി മാറ്റുക? ഇന്റർനാഷണൽ മാരിടൈം ഓർഗനൈസേഷൻ ആക്കി മാറ്റി. മനസ്സിലായോ? 1982 ഇന്റർ ഗവൺമെന്റൽ മാരിടൈം കൺസൾട്ടേറ്റീവ് ഓർഗനൈസേഷൻ എന്ന പേര് മാറ്റുകയും ഇന്റർനാഷണൽ മാരിടൈം ഓർഗനൈസേഷൻ എന്ന പേര് നൽകുകയും ചെയ്തു. അത്രമാത്രം. സിമ്പിൾ അല്ലേ? വളരെ പെട്ടെന്ന് പഠിച്ചുകൂടെ? ഇമ്പോർട്ടന്റ് ആണേ. 8ാം ഏജൻസി ഇന്റർനാഷണൽ മാരിടൈം ഓർഗനൈസേഷൻ IMO സ്റ്റാർട്ടഡ് ഓപ്പറേഷൻ ഓൺ 17 March 1948. ഫസ്റ്റ് കോൺഫറൻസ് held in 1959. Headquarters London. Members 176. Objective: ensure maritime safety, control marine pollution, and improve maritime relation among the member states. Original name: Inter-Governmental Maritime Consultative Organization IMCO, renamed in 1982. Clear ആണ്? അടുത്ത് പറയുന്നു വേൾഡ് മെറ്റീരിയോളജിക്കൽ ഓർഗനൈസേഷൻ WMO. വേൾഡ് മെറ്റീരിയോളജിക്കൽ ഓർഗനൈസേഷൻ WMO established on 23rd March 1950. Established on 23rd March 1950. World Meteorological Day celebrated on 23rd March. PSC ഒട്ടനവധി തവണ ആവർത്തിച്ച് ചോദിച്ച ചോദ്യമാണ്. ലോക കാലാവസ്ഥാ സംഘടന രൂപീകരിച്ചത് 1950 മാർച്ച് 23. അതുകൊണ്ട് ലോക കാലാവസ്ഥാ ദിനമായിട്ട് കണക്കാക്കുന്നത് മാർച്ച് 23-ാം തീയതിയാണ്. ഓക്കെ അല്ലേ? അപ്പോ ലോക കാലാവസ്ഥാ സംഘടന വേൾഡ് മെറ്റീരിയോളജിക്കൽ ഓർഗനൈസേഷൻ established on 23rd March 1950. So we celebrated March 23rd as World Meteorological Day. Formed by the reorganizing of International Meteorological Organization. International Meteorological Organization അന്തർദേശീയ കാലാവസ്ഥാ സംഘടനയെ പുനഃസംഘടിപ്പിച്ചുകൊണ്ടാണ് ലോക കാലാവസ്ഥാ സംഘടന അഥവാ വേൾഡ് മെറ്റീരിയോളജിക്കൽ ഓർഗനൈസേഷൻ രൂപീകരിക്കുക. ഏത് വർഷം? 1950. പുനഃസംഘടന നടക്കുന്നത് 1950. ഇതിന്റെ മുൻഗാമി എന്ന് കണക്കാക്കുന്ന ഇന്റർനാഷണൽ മെറ്റീരിയോളജിക്കൽ ഓർഗനൈസേഷൻ അന്താരാഷ്ട്ര കാലാവസ്ഥാ സംഘടന രൂപീകരിച്ചത് 1873 മനസ്സിലായോ? അപ്പൊ 1873 രൂപീകരിച്ച ഇന്റർനാഷണൽ മെറ്റീരിയോളജിക്കൽ ഓർഗനൈസേഷനെ പുനഃസംഘടിപ്പിച്ചുകൊണ്ടാണ് 1950 മാർച്ച് 23-ാം തീയതി എന്താരംഭിക്കുക? ഐക്യരാഷ്ട്രസഭയുടെ പ്രത്യേക ഏജൻസിയായിട്ട് വേൾഡ് മെറ്റീരിയോളജിക്കൽ ഓർഗനൈസേഷൻ ആരംഭിക്കുക. അതിന്റെ ഓർമ്മയ്ക്കായിട്ട് മാർച്ച് 23-നെ ലോക കാലാവസ്ഥാ ദിനമായിട്ട് കണക്കാക്കുന്നു. ഓക്കെ അല്ലേ? എന്തിനാ ഈ സംഘടന? നമുക്കറിയാം, ഇന്ത്യ ഉൾപ്പെടെ ലോകത്തെ മിക്കവാറും എല്ലാ രാജ്യങ്ങളും കാലാവസ്ഥ പഠനങ്ങൾക്ക് വേണ്ടി അവരുടേതായ ഉപഗ്രഹങ്ങൾ ബഹിരാകാശത്തെ അയച്ചിട്ടുണ്ട്. കാലാവസ്ഥ പഠനത്തിന് വേണ്ടി അങ്ങനെ കണ്ടെത്തുന്ന കാര്യങ്ങൾ മറ്റേതെങ്കിലും രാജ്യങ്ങളുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ അവർക്ക് കൈമാറുക. പ്രത്യേകിച്ച് പ്രകൃതി ദുരന്തം പോലുള്ള കാര്യങ്ങൾ കണ്ടെത്താൻ കഴിഞ്ഞാൽ മറ്റു രാജ്യങ്ങളുമായി പങ്കുവെക്കുക. എന്തിനു വേണ്ടിയിട്ടാ? മനുഷ്യജീവൻ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോ ലോക കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ, സേവനങ്ങൾ അന്താരാഷ്ട്ര തലത്തിൽ രാജ്യങ്ങൾ പരസ്പരം കൈമാറുക എന്നതിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഐക്യരാഷ്ട്രസഭയുടെ ഏജൻസിയാണ് ലോക കാലാവസ്ഥാ സംഘടന അഥവാ വേൾഡ് മെറ്റീരിയോളജിക്കൽ ഓർഗനൈസേഷൻ. നമുക്ക് നോക്കാം. യെസ്, അപ്പോ വേൾഡ് മെറ്റീരിയോളജിക്കൽ ഓർഗനൈസേഷന്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് ജനീവയാണ്. അംഗസംഖ്യ 193. ബെക്കം ആൻഡ് UN സ്പെഷ്യലിസ്റ്റ് ഏജൻസി ഇൻ 1951. 1950 മാർച്ച് 23 രൂപീകരിച്ചു. പ്രത്യേക ഏജൻസിയായിട്ട് മാറ്റപ്പെടുന്നത് ഏത് വർഷം? 1951-ലുമാണ്. ലക്ഷ്യം നോക്കിയേ, നമ്മൾ പറഞ്ഞു എന്താ? കാലാവസ്ഥാപരമായ വിവരങ്ങൾ പരസ്പരം കൈമാറുക അല്ലെ? എക്സ്ചേഞ്ച് ഇൻഫർമേഷൻ ആൻഡ് സർവീസസ് റിലേറ്റഡ് ടു ഗ്ലോബൽ വെതർ ആൻഡ് ക്ലൈമറ്റ് അറ്റ് ഇന്റർനാഷണൽ ലെവൽ. Exchange information and services related to global weather
ആൻഡ് ക്ലൈമറ്റ് അറ്റ് ദ ഇന്റർനാഷണൽ ലെവൽ. അന്തർദേശീയ തലത്തിൽ എന്ത് ചെയ്യണം? അന്തർദേശീയ തലത്തിൽ കാലാവസ്ഥ സംബന്ധിച്ച കാലാവസ്ഥാ വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട വിവരങ്ങളും സേവനങ്ങളും പരസ്പരം കൈമാറുക. ഇന്ത്യ മറ്റു രാജ്യങ്ങളുടെ സേവനം സ്വീകരിക്കാറുണ്ട്, തീർച്ചയായിട്ടും. പരസ്പര പൂരകങ്ങളായിട്ട് രാജ്യങ്ങൾ പരസ്പരം കൈകോർത്തുകൊണ്ടാണ് പ്രവർത്തിക്കുക. അതിന് കാരണമായത് ഐക്യരാഷ്ട്രസഭയുടെ പ്രത്യേക ഏജൻസിയായ ലോക കാലാവസ്ഥാ സംഘടന തന്നെ. ഒന്നുകൂടെ റിവിഷൻ ചെയ്താലോ? വേൾഡ് മെറ്റീരിയോളജിക്കൽ ഓർഗനൈസേഷൻ established on 23rd March 1950. We celebrated March 23rd as World Meteorological Day. Formed by reorganizing the International Meteorological Organization. International Meteorological Organization established in 1873. Headquarters Geneva, total members 193. Become a UN specialist agency in 1951. Main objective: exchange information and service related to global weather and climate at international level. Satellite. അടുത്ത പറയട്ടെ. വേൾഡ് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി ഓർഗനൈസേഷൻ നമ്മുടെ ബുദ്ധിയിലൂടെ വികസിച്ചു വന്ന അറിവ്, ബൗദ്ധികമായ അറിവിന് സംരക്ഷണം നൽകുന്നതിന് വേണ്ടി രൂപീകരിക്കപ്പെട്ടതായിരുന്നു ബൗദ്ധിക സ്വത്തവകാശ സംഘടന. ലോക ബൗദ്ധിക സ്വത്തവകാശ സംഘടന, വേൾഡ് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി ഓർഗനൈസേഷൻ. വേൾഡ് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി ഓർഗനൈസേഷൻ established on 14th July 1967. Become a UN specialized agency in 1974. 1967 ജൂലൈ 14 വേൾഡ് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി ഓർഗനൈസേഷൻ രൂപീകരിക്കപ്പെടുക. അത് ഐക്യരാഷ്ട്രസഭയുടെ പ്രത്യേക ഏജൻസിയായി മാറിയത് 1974. വേൾഡ് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി ഡേ സെലിബ്രേറ്റഡ് ഓൺ 26th April. അപ്പോ സാധാരണ നമ്മൾ ഇതുവരെ പഠിച്ചത് വെച്ചിട്ട് ഏതെങ്കിലും ഒരു സംഘടന ആരംഭിച്ചപ്പോൾ ലോകാരോഗ്യ സംഘടന ആരംഭിച്ച April 7 ആയതുകൊണ്ട് ലോകാരോഗ്യ ദിനം April 7. കാലാവസ്ഥാ സംഘടന ആരംഭിച്ചതുകൊണ്ട് കാലാവസ്ഥാ ദിനം March 23. അങ്ങനെ നമ്മൾ പഠിച്ചു. പക്ഷെ ഇവിടെ വ്യത്യാസമുണ്ട്. വേൾഡ് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി ഓർഗനൈസേഷൻ രൂപീകരിക്കപ്പെട്ടത് 1967 ജൂലൈ 14. എന്നാൽ വേൾഡ് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നത് April 26. വേൾഡ് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നതാണ് April 26. മറക്കല്ലേ. ഹെഡ്ക്വാർട്ടേഴ്സ് ജനീവ, ടോട്ടൽ മെമ്പേഴ്സ് 193. പ്രധാന ലക്ഷ്യം എന്താണ്? എല്ലാ തരത്തിലുമുള്ള വാർത്താവിനിമയ സംവിധാനങ്ങൾക്കും അന്താരാഷ്ട്ര തലത്തിൽ ഒരു നിയന്ത്രണം കൊണ്ടുവരിക, രൂപരേഖ തയ്യാറാക്കുക, സഹകരണം കൊണ്ടുവരിക. കാരണം ഇന്നത്തെ കാലത്ത് ആധുനിക കാലഘട്ട വാർത്താവിനിമയത്തിന് ഉപയോഗിക്കുന്ന പ്രധാന ഉപഗ്രഹങ്ങളാണ്. ആ ഉപഗ്രഹങ്ങള് ബഹിരാകാശത്ത് വിക്ഷേപിക്കുമ്പോൾ മറ്റ് രാജ്യങ്ങളുടെ ഉപഗ്രഹങ്ങളെ തകർക്കുന്ന രീതിയിലായിരിക്കരുത്. മറ്റു രാജ്യങ്ങളുടെ വാർത്താവിനിമയ ബന്ധങ്ങൾ തകർക്കുന്ന രീതിയിലായിരിക്കരുത്. അപ്പോൾ രാജ്യങ്ങൾ തമ്മിൽ ഒരു വിട്ടുവീഴ്ച വേണം, സഹകരണം വേണം, അല്ലെ? അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന സ്പെഷ്യൽ ഏജൻസിയാണ് എന്ത് പേരിൽ അറിയപ്പെടുക? വേൾഡ് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി ഏജൻസി എന്ന പേരിൽ അറിയപ്പെടുക. അപ്പൊ സ്വാഭാവികമായിട്ടും വാർത്താവിനിമയ രംഗത്ത്, ബൗദ്ധിക സ്വത്തവകാശ രംഗത്ത്, ശാസ്ത്ര സാങ്കേതിക രംഗത്ത് അറിവുകൾ പരസ്പരം പങ്കുവെക്കുക, കഴിയുന്ന അറിവുകൾ മാത്രം പരസ്പരം പങ്കുവെക്കുക. കൂടാതെ എന്ത് ചെയ്യണം? പരസ്പരം സഹകരിക്കുകയും ചെയ്യും. ഒരിക്കലും നമ്മുടെ വേൾഡ് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി ഓർഗനൈസേഷൻ ആവശ്യപ്പെടുന്നില്ല ബൗദ്ധികമായ അറിവുകൾ മറ്റാർക്കും കൈമാറ്റം ചെയ്യാൻ. ഫോർ എക്സാമ്പിൾ, ഇന്ത്യ ചന്ദ്രനില് ചന്ദ്ര ഗവേഷണം നടത്തി, അല്ലെ? ചന്ദ്ര ഗവേഷണത്തിന് വേണ്ടിയിട്ട് ലോകരാജ്യങ്ങളിൽ ഏറ്റവും കുറവ് തുക ഉപയോഗിച്ചത് ഇന്ത്യയാണ്. ആ വിവരങ്ങൾ കൈമാറ്റം ചെയ്യാനായിട്ട് ആര് പറയില്ല? വേൾഡ് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി ഓർഗനൈസേഷൻ ഒരിക്കലും ആവശ്യപ്പെടില്ല. മറിച്ച് ഇന്ത്യക്ക് കഴിയുമെങ്കിൽ മറ്റു രാജ്യങ്ങളുമായി സഹകരിക്കാം. ഓക്കെ. ഇനി ഇന്ത്യ അത്രയും കുറഞ്ഞ ചെലവിൽ പോയത് കൊണ്ട് ആ ഒരു ദൗത്യത്തെ മറ്റാരെങ്കിലും തടയാൻ ചാൻസ് ഉണ്ട്. പക്ഷെ തടയുന്നത് ഒഴിവാക്കുക എന്നതും ആരുടെ ലക്ഷ്യമാണ് വേൾഡ് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി. ശാസ്ത്ര സാങ്കേതിക രംഗത്ത് ഒട്ടനവധി കണ്ടുപിടുത്തങ്ങൾ ഇപ്പോഴുണ്ട്. AI, അല്ലെ? AI ജനറേഷൻ വിവിധ സ്ഥാപനങ്ങൾ വിവിധ AI സ്റ്റാർട്ടപ്പുകൾ തുടങ്ങിയിട്ടുണ്ട്. AI ടൂളുകൾ ജനറേറ്റ് ചെയ്തിട്ടുണ്ട്. ആ AI ടൂളുകളുടെ അവകാശം സംരക്ഷിക്കുവാൻ ഓരോ സ്ഥാപനങ്ങളെയും ആര് സഹായിക്കും? വേൾഡ് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി സഹായിക്കും. ഇപ്പൊ ഞാൻ പുതുതായിട്ട് ശാസ്ത്ര മേഖലയിൽ ഒരു കണ്ടുപിടുത്തം നടത്തി. ആ അറിവ് ഞാൻ തന്നെ സംരക്ഷിക്കുവാൻ മറ്റാർക്കും പകർന്ന് കൊടുക്കേണ്ടോ എന്ന് ഞാൻ തീരുമാനിച്ചാൽ, അല്ലാതെ എന്നിൽ നിർബന്ധപൂർവ്വം എന്ത് ചെയ്യാൻ പറ്റില്ല, ആർക്കും വാങ്ങിക്കൊണ്ടുപോകാൻ പറ്റില്ല. അത്തരത്തിലുള്ള കരാറുകളും ഉടമ്പടികളും ഒക്കെ തയ്യാറാക്കുകയാണ് ആരുടെ ലക്ഷ്യം? നമ്മുടെ വേൾഡ് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി ഓർഗനൈസേഷൻ ലക്ഷ്യം. ലോകത്താകമാനമുള്ള
ബൗദ്ധിക സ്വത്തവകാശം, അതായത് ശാസ്ത്ര സാങ്കേതിക രംഗത്തെ കണ്ടുപിടുത്തങ്ങളും സർവീസും ഒക്കെ നമ്മുടെ ചിന്തകളെല്ലാം ഇന്റലക്ച്വൽ പ്രോപ്പർട്ടിയാണ്. ശരിയല്ലേ? അപ്പൊ ബഹിരാകാശ ഗവേഷണം ആയിക്കോട്ടെ, AI ഗവേഷണം ആയിക്കോട്ടെ, ശാസ്ത്ര ഗവേഷണം ആയിക്കോട്ടെ, സാങ്കേതിക ഗവേഷണമായിട്ട് എന്തോ ആയിക്കോട്ടെ, അതൊക്കെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് മാർഗനിർദ്ദേശങ്ങൾ രൂപകൽപ്പന ചെയ്യുക. ഒരാളെ കണ്ടെത്തി അത് മറ്റൊരാളെ നശിപ്പിക്കാതിരിക്കുന്നതിന് വേണ്ടി പ്രിക്വേഷൻസ്, കരാറുകൾ ഒപ്പുവയ്ക്കുക തുടങ്ങിയവയെല്ലാം അതിനകത്തുണ്ട്. മനസ്സിലായോ? മെയിൻ ഒബ്ജക്റ്റീവ് പ്രൊട്ടക്ട് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി വേൾഡ് വൈഡ് ആൻഡ് ഫോർമുലേറ്റ് റിലേറ്റഡ് ട്രീറ്റീസ്. ലോകത്താകമാനം ബൗദ്ധിക സ്വത്തവകാശം സംരക്ഷിക്കുകയും കരാറുകൾ രൂപീകരിക്കുകയും ചെയ്യുക എന്നതാണ് വേൾഡ് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി ഓർഗനൈസേഷന്റെ ലക്ഷ്യം. ഒന്ന് റിവിഷൻ ചെയ്യാം. വേൾഡ് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി ഓർഗനൈസേഷൻ എസ്റ്റാബ്ലിഷ്ഡ് ഓൺ 14th July 1967 become a UN specialized agency in 1974. World Intellectual Property Day celebrated on 26th April. Headquarters Geneva. Total members 193. Objective protect intellectual property worldwide and formulate related treaties. International Telecommunication Union ITU. International Telecommunication Union ITU. Established on 17th May 1865. World Telecommunication Day celebrated on 17th May. ഇന്റർനാഷണൽ ടെലികമ്മ്യൂണിക്കേഷൻ യൂണിയൻ രൂപീകരിച്ചത് 1865 മെയ് 17 അതിന്റെ ഓർമ്മയ്ക്കായിട്ട് ലോക ടെലികമ്മ്യൂണിക്കേഷൻ ഡേ ആയിട്ട് കണക്കാക്കുന്നത് മെയ് 17 തന്നെ. ലോക ടെലികമ്മ്യൂണിക്കേഷൻ ദിനമായി കണക്കാക്കുന്നത് മെയ് 17. ആസ്ഥാനം ജനീവ, അംഗരാഷ്ട്രങ്ങൾ 193 തന്നെ. എന്താണ് ചുമതല നിർവഹിക്കുക? എല്ലാ തരത്തിലുമുള്ള വാർത്താവിനിമയ സംവിധാനങ്ങൾക്കും, അതിപ്പോ ഉപഗ്രഹ സംവിധാനമാകാം, ഡിജിറ്റൽ സംവിധാനമാകാം, ഇലക്ട്രോണിക് സംവിധാനങ്ങളാകാം, എന്തോ ആയിക്കോട്ടെ, ലോകത്താകമാനമുള്ള എല്ലാത്തരം വാർത്താവിനിമയ സംവിധാനങ്ങൾക്കും നിയന്ത്രണവും രൂപരേഖയും സഹകരണം കൊണ്ടുവരിക. റെഗുലേറ്റ്, കോർഡിനേറ്റ് ആൻഡ് പ്രൊമോട്ട് ഇന്റർനാഷണൽ കോഓപ്പറേഷൻ ഫോർ ഓൾ ടൈപ്സ് ഓഫ് ടെലികമ്മ്യൂണിക്കേഷൻ സിസ്റ്റംസ്. ഓക്കെ, ഈ ടെലികമ്മ്യൂണിക്കേഷൻ സിസ്റ്റവുമായി ബന്ധപ്പെട്ട ബൗദ്ധിക ചിന്തകൾ സംരക്ഷിക്കുന്നത് ആരാണ്? വേൾഡ് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി ഓർഗനൈസേഷൻ. ആ സംവിധാനത്തെ പ്രൊട്ടക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള സംവിധാനമാണ് ആരൊരുക്കുക? ഇന്റർനാഷണൽ ടെലികമ്മ്യൂണിക്കേഷൻ യൂണിയൻ. ക്ലിയർ ആണ്? ഡൗട്ട് ഇല്ലാന്ന് കരുതുന്നു. ഇന്റർനാഷണൽ ടെലികമ്മ്യൂണിക്കേഷൻ യൂണിയൻ ITU established on 17th May 1865. World Telecommunication Day observed on 17th May. Headquarters Geneva. Total members 193. Responsibility regulate, coordinate and promote international cooperation for all types of telecommunication systems. ഓക്കെ അല്ലേ? ഇനി ഈ വാർത്താവിനിമയവുമായി ബന്ധപ്പെട്ട മറ്റൊരു സംവിധാനമാണ് അടുത്ത് പഠിക്കുക. യൂണിവേഴ്സൽ പോസ്റ്റൽ യൂണിയൻ, ഉപ്പു എന്ന് നമ്മൾ ചുരുക്കി പറയും. യൂണിവേഴ്സൽ പോസ്റ്റൽ യൂണിയൻ, ഉപ്പു, established on 9th October 1874. Established on 9th October 1874. India became the member of UPPU in 1876. 1874 രൂപീകരിച്ച യൂണിവേഴ്സൽ പോസ്റ്റൽ യൂണിയനിൽ ഇന്ത്യ അംഗമായത് ബ്രിട്ടീഷുകാരുടെ കീഴിലായിരുന്നു. അതുകൊണ്ട് ഇന്ത്യ അംഗമായത് 1876. Become a UN specialized agency in 1948. 1876 ഒക്ടോബർ 9 രൂപീകരിച്ച യൂണിവേഴ്സൽ പോസ്റ്റൽ യൂണിയൻ ഐക്യരാഷ്ട്രസഭയുടെ പ്രത്യേക ഏജൻസിയായിട്ട് മാറിയത് 1948. ഹെഡ്ക്വാർട്ടേഴ്സ് സ്ഥിതി ചെയ്യുന്നത് സ്വിറ്റ്സർലൻഡിലെ ബേൺ ആണ്. ആകെ അംഗസംഖ്യ 192. ഓക്കെ അല്ലേ? അപ്പൊ യൂണിവേഴ്സൽ പോസ്റ്റൽ യൂണിയൻ, ഉപ്പു, established on 9th October 1874. India became a member of UPPU in 1876. Became a UN specialized agency in 1940. Headquarters Bern in Switzerland. Total members 192. Original name General Postal Union. യൂണിവേഴ്സൽ പോസ്റ്റൽ യൂണിയന്റെ ആദ്യ പേര് എന്തായിരുന്നു? ജനറൽ പോസ്റ്റൽ യൂണിയൻ എന്നായിരുന്നു. ജനറൽ പോസ്റ്റൽ യൂണിയൻ. വേൾഡ് പോസ്റ്റ് ഡേ ആയിട്ട് കണക്കാക്കുന്നത്, ലോക തപാൽ ദിനമായിട്ട് കണക്കാക്കുന്നത് ഒക്ടോബർ 9. ഇന്ത്യയില് ദേശീയ തപാൽ ദിനമായി കണക്കാക്കുന്നത് ഒക്ടോബർ 10. ലോക തപാൽ ദിനം ഒക്ടോബർ 9. എന്തിന്റെ ഓർമ്മയ്ക്കായിട്ട്? 1874 ഒക്ടോബർ 9 യൂണിവേഴ്സൽ പോസ്റ്റൽ യൂണിയൻ അഥവാ ജനറൽ പോസ്റ്റൽ യൂണിയൻ രൂപീകരിച്ചതിന്റെ ഓർമ്മയ്ക്കായിട്ട്. എന്നാൽ ഇന്ത്യയില് നാഷണൽ തപാൽ ദിനമായിട്ട്, ദേശീയ തപാൽ ദിനമായി കണക്കാക്കുന്നത് ഒക്ടോബർ 10. യൂണിവേഴ്സൽ പോസ്റ്റൽ യൂണിയന്റെ ആസ്ഥാനം എവിടെയാണ്? സ്വിറ്റ്സർലൻഡിലെ ബേൺ ആണ്. ഔദ്യോഗിക ഭാഷ ഫ്രഞ്ചുമാണ്.
മറക്കില്ലല്ലോ. ആസ്ഥാനം സ്വിറ്റ്സർലൻഡിലെ ബേൺ ആണ്. ഔദ്യോഗിക ഭാഷ ഫ്രഞ്ച്. സംശയം ഉണ്ടാവരുത്. ഔദ്യോഗിക ഭാഷ ഫ്രഞ്ച് ആണ്. ആസ്ഥാനം പാരീസിലാണോ എന്ന് ചിലപ്പോൾ സ്റ്റേറ്റ്മെന്റ് തരാം. പാരീസിലല്ല. ഔദ്യോഗിക ഭാഷ ഫ്രഞ്ച് ആണെങ്കിലും ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് സ്വിറ്റ്സർലൻഡിലെ ബേൺ. ക്ലിയർ അല്ലേ? അപ്പോ ഐക്യരാഷ്ട്രസഭയുടെ സാമ്പത്തിക സാമൂഹിക സമിതിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന 15 പ്രത്യേക ഏജൻസികളിൽ ഈ ക്ലാസ്സിലൂടെ നമ്മൾ 7 പ്രത്യേക ഏജൻസികൾ പഠിച്ചു. കഴിഞ്ഞ ക്ലാസ്സിൽ 5 പഠിച്ചു. അങ്ങനെ മൊത്തം 12 പ്രത്യേക ഏജൻസികളാണ്. ഇനി 3 പ്രത്യേക ഏജൻസികളുണ്ട്. ആ 3 പ്രത്യേക ഏജൻസികളിൽ 2 പ്രത്യേക ഏജൻസികൾ കുറച്ച് കൂടുതൽ പഠിക്കാനുണ്ട്. പ്രത്യേകിച്ച് എടുത്ത് പറഞ്ഞാൽ ലോകബാങ്കും IMF. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കൃത്യമായി പഠിച്ചുറപ്പിക്കാം. ഇത് ഇത്രയും കൃത്യമായി പഠിച്ചു വരിക. ഓരോ പ്രത്യേക ഏജൻസിയുടെ വർഷം, രൂപീകരിച്ച വർഷം, ലക്ഷ്യമുണ്ടെങ്കിൽ ലക്ഷ്യം, പിന്നെ ആസ്ഥാനം, പ്രധാന ലക്ഷ്യം, ഇത് ഇത്രയും പഠിച്ചു. മറക്കരുത്, ഇമ്പോർട്ടന്റ് ആണ്, PSC ചോദിക്കുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ ബൈ.